നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് DM ചെയ്യുക. റീഡിംഗ് പെയ്ഡ് ആയിരിക്കും, ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ 5262 എന്നുള്ളൊരു പേജിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേജും ഫോളോ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 10 ഓഫ് സ്വാർഡ്സും 9 ഓഫ് കപ്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ കരുതുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ മുൻകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ മേ ബി അവർക്ക് അറിയായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിലും ചിലപ്പോൾ റെസ്പോൺസിബിൾ ആയിരിക്കാം നിങ്ങൾ പലത്തിലും, എല്ലാ കാര്യങ്ങളും മേ ബി അറിയാമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേയധികം പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണെന്ന് ഒരു പേഴ്സൺ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മോശം സിറ്റുവേഷൻ അവസാനിച്ചെന്നും അതുപോലെ തന്നെ നിങ്ങൾ അതിശക്തമായിട്ട് തിരിച്ചു വരുന്നു, ലൈഫിലേക്ക് തിരിച്ചു വരുന്ന എന്നുള്ളൊരു എനർജി, അതായത് അങ്ങനെ ഒരു തോട്ട്സും ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു മൂവോൺ അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ട് നിങ്ങൾ ലൈഫിലേക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ ഈ ഒരു പേഴ്സണ് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളൊരു ഭാഗ്യമാണെന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് സ്വന്തം കാലിൽ നിൽക്കുന്ന സംതൃപ്തിയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരാളെ ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ച എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഒരു പേഴ്സൺ പലപ്പോഴും കണ്ടിട്ടുള്ളത്. നിങ്ങളെ കാണുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സന്തോഷമോ അല്ലെങ്കിൽ ആത്മവിശ്വാസമൊക്കെ കിട്ടുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവരുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാർഡ്സിൻ്റെ ഒരു എനർജി എടുത്ത് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ചൊരു കൺക്ലൂഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവൈവറായിട്ട്, അതായത് തളർന്നു പോയേക്കാവുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരാളായാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളെ ലഭിച്ചത് ഈ ഒരു പേഴ്സണൽ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് അവർ കരുതുന്നു. അതായത് നിങ്ങളെ കൂടെയുള്ളപ്പോൾ അവരുടെ ജീവിതം പൂർണ്ണമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു തോന്നുന്നൊരു എനർജി, അതും അത്രയും വാല്യുബിളായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നതെന്നാണ് കാർഡ്സിൻ്റെ എനർജി കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ കമൻറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 5262 എന്ന റേഞ്ചിൽ നമ്പർ ടൈപ്പ് ചെയ്യാം.